പിന്നെ ഈസി ആയി എന്നുള്ളതല്ല, ഷൂട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി കുഴപ്പമുണ്ടായില്ല. അത് കഴിഞ്ഞ് ഡബ് ചെയ്തപ്പോഴാണ് ചില വാക്കുകൾ നമ്മൾ ചില അക്ഷരങ്ങൾ നമ്മൾ പറയണ പോലെ അല്ല അവർ പറയണത്. അതിന്റെ സ്പീഡ് വേറെയാണ്. ചില അക്ഷരങ്ങൾ അവർ പറയില്ല, എന്നാൽ അത് ആ അക്ഷരത്തിൽ ഉണ്ടാവുന്നതാണ് ഒരു ചില വാക്കുകൾ. അപ്പൊ അതൊക്കെ കുറച്ച് ട്രിക്കിയായിരുന്നു ആ രീതിയിൽ പറഞ്ഞെടുക്കാൻ. എന്നാലും എനിക്ക് പറ്റാവുന്ന ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശങ്കു, ഇവിടെ ഈ പൊങ്കൽ റിലീസ് കേരളത്തിലും ഭയങ്കര സെലിബ്രേറ്റഡ് ആണല്ലോ. ഇപ്പൊ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന പൊങ്കൽ റിലീസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലും ഭയങ്കര സംഭവം. അപ്പൊ ശരിക്കും ഒരു മലയാളിയുടെ സിനിമ പൊങ്കൽ തമിഴ്നാട്ടിൽ റിലീസ് ആവാന്നുള്ളൊരു കാര്യം കൂടെ സംഭവിക്കാണല്ലോ. അപ്പൊ ഈ പൊങ്കൽ റിലീസിന്റെ പ്രഷർ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ പ്രഷർ ശരിക്കും അടിക്കുന്നുണ്ടോ ഈ ന്യൂ ഫേസ്? ബ്രോ, എനിക്കിത് ശരിക്കും പറഞ്ഞാൽ 31st വെച്ചിരുന്ന പടമായിരുന്നു. വിനയമുയർച്ചി മാറിയതുകൊണ്ടാണ് ഈ ഡേറ്റിലേക്ക് വന്നത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഒരു ഡേറ്റിന് നമ്മുടെ ഒരു പടം അവര് തിയേറ്ററിൽ കൺസിഡർ ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. എല്ലാം ഇങ്ങനെ സിറ്റുവേഷനിൽ വന്നതുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്, അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്ത് പൊങ്കലിന് വെച്ച പടമല്ല. ഒരുപാട് ഡേറ്റ്സ് നോക്കിയിരുന്നു മുമ്പ്. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരുപാട് വലിയ സ്റ്റാർസിന്റെ അവിടെ പടങ്ങൾ ഒരു തിയേറ്റർ കിട്ടില്ല എന്നൊക്കെയുള്ള സീനായിരുന്നു. പക്ഷെ ഇത് ദൈവം സഹായിച്ചിങ്ങനെ ഈ ഒരു റിലീസ് എക്സൈറ്റഡ് ആണ് ബ്രോ. ടെൻഷന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു പേടിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു അങ്ങനെ ഒരു നടന്നതിൽ. കാരണം അതിന്റെ ക്രിട്ടിക് ആസ്പെക്ട് ആണ് പൊതുവെ എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറ്. പക്ഷെ നമ്പേഴ്സും വന്ന സിനിമ ശരിക്കും അത്തരം സിനിമകൾ ഒരു ആക്ടർ എന്ന രീതിയിൽ മുന്നോട്ടുള്ള കരിയറിനെ എത്രത്തോളം ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യും ശരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്? So what was the motivation that Boy success gave to you? Every film success motivates us, failure teaches us. So அதனால வாழை ரொம்ப ஸ்பெஷலான ஒரு ஃபிலிம் தான் எனக்கு கண்டிப்பாக. ஃபர்ஸ்ட் ஆஃப் ஆல் மாரி செல்வராஜ் சாரோட ஒர்க்கில் பண்ணது ஒரு ஹாப்பினஸ். அதே மாதிரி இட்ஸ் அ வெரி பிக் லேர்னிங் ஃபார் மீ வாழை. அந்த லைஃப்பை பற்றி நான் லேர்ன் பண்ணுறதுக்கான ஒரு ஸ்பேஸாக தான் நான் அதை பார்த்தேன். கண்டிப்பாக தொடர்ந்து அந்த மாதிரி உழைக்கும் வர்க்கத்தோட படங்களை வந்து நம்ம பண்ணணும், அது சப்போர்ட் பண்ணணுன்றது. அந்த சக்ஸஸ் ரொம்ப ஹாப்பியாக இருந்தது. ரொம்ப இட்ஸ் லைக் இட்ஸ் வெரி ஹாப்பி. நாட் ஓன்லி வாழை, எவ்ரி ஃபிலிம் சக்ஸஸ் இஸ் ரியலி ஹாப்பி ஃபார் அஸ். டைரக்டர் சார், உங்கள் பேரில் இந்த வாலி இருக்கு, அது அஜித்குமார் சார் அந்த படத்துக்கு ஏதாவது கனெக்ஷன் இருக்கா? வாலி ராமாயணம் சார், இது ராமாயண் வாலி, அதுதான் ஒரிஜினல். ஸோ அதோட கனெக்ஷனாக கூட இருக்கலாம், தெரியல. எப்படி இருந்து நம்ம ஷெய்னிகம் கொச்சிக்காரன் மெட்ராஸ்காரன் அவரு முழுக்க மெட்ராஸ்காரனாகவே மாறிட்டாரு அப்போ. ஸோ அதனால ரொம்ப ஈஸியாக இருந்துச்சு, ஜாலியாக இருந்தது. டயலாக் ப்ரெசன்டேஷன் டப்பிங் ஃபுல் டப்பிங் அவர் தான் பண்ணியிருக்காரு தமிழ். ഫസ്റ്റ് ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ സാധ്യതകൾ സത്യം പറഞ്ഞാൽ കുറവായിരുന്നു. ആദ്യം ഈ പറഞ്ഞ നമ്പർ ഓഫ് ഫൈറ്റ്സ് കുറവായിരുന്നു. ഫസ്റ്റ് നമ്പർ ഓഫ് ഫൈറ്റ്സ് ഇൻ ദ മൂവി വാസ് ലെസ് ഫസ്റ്റ് വെൻ യു നറേറ്റഡ്. ഈവൻ സോങ്സ് വർ നോട്ട് ദെയർ. സോ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറയുന്ന സമയത്തില്ല. കഥയുടെ കൂടെ തന്നെ സിറ്റുവേഷൻ. അപ്പോൾ ഒരു സോങ് ഉണ്ട്, കല്യാണ സോങ് ഉണ്ട്, ഈ പറഞ്ഞ ഇതൊക്കെ കല്യാണം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് സെക്കൻഡ് ഹാഫിൽ അവരുടെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിലാണ് ഫൈറ്റ്സ് കൂടുതലായിട്ട് ആഡായി വന്നതും. അതാ ഞാൻ പറയാം, ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതമാണ്. ഇപ്പം ഈവൺ ഈ റിലീസ് പൊങ്കലിന് വരുന്നത് ഇൻക്ലൂഡിങ് നോക്കിക്കഴിഞ്ഞാൽ ഞാനത് ഒരു അത്ഭുതത്തോടെ നോക്കിക്കാണുന്നത്. ഓരോ ചേരുവകൾ ഇതിലേക്ക് പതുക്കെ ആയിട്ട് ആഡായി വന്നതാണ്. ഈവൺ ലാസ്റ്റ് നമ്മൾ കാതൽ ചടുകൂട് റീമിക്സ് ചെയ്തത് പോലും അതും ആദ്യം ഒരു പ്ലാനിൽ ഉണ്ടായിരുന്നെങ്കിലും അതൊരു പോയിന്റിൽ അത് വേണ്ട എന്ന് വെച്ചിരുന്നു. പിന്നീട് അത് വന്നു. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഈ ഒരു യൂത്ത് ഓഡിയൻസിനും കൂടെ ഇങ്ങനെ ഒരു റൊമാൻറ്റിക് ഏരിയ പടത്തിലുള്ളത് നമുക്ക് കുറച്ചും കൂടെ കൺവിൻസ് ചെയ്യാനായിട്ട് എന്തായാലും സോങ് വേണം. സിനിമ കാണുന്നതിന് തിയേറ്ററിലേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ഘടകങ്ങൾ വേണമെന്ന് പറയണ പോലെ അങ്ങനെ ഓരോന്നും വന്നു ചേർന്നതാണ് വലിയൊരു സന്തോഷമായിട്ടും വലിയൊരു ഭാഗ്യമായിട്ടും കാണുന്നത്. ഇവിടെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള തമിഴിലേക്ക് ഇറങ്ങാൻ പോകുന്ന മാർക്കോ വയലൻസിനെ കുറിച്ച് കാര്യമായി സംസാരിക്കുന്നുണ്ട്. ഇതിലെ ആക്ഷൻസും കുറെ കൂടി ബ്രൂട്ടൽ വയലന്റ് രീതിയിൽ കാണിക്കുന്നുണ്ട്. അതിനെ കുറിച്ച്
அந்த மாதிரி வைலன்ஸ்குள்ள நான் போகல. எங்களால் என்னன்னா இட்ஸ் a ரியலிஸ்டிக் கமர்ஷியல் ஃபிலிம். ஓகே, ஸோ நம்ம பார்த்த விஷயங்கள், கேட்ட விஷயங்கள் இருக்கும்ல, ஸோ அதை ஸ்க்ரீனில் கொண்டுட்டு வரதான் நான் ட்ரை பண்ணேன். எமோஷன்ஸ் இருக்கிற மாதிரி கோபம் இருக்க தான் செய்யும், வைலன்ஸும் இருக்க தான் செய்யும். ஆனால் அது நம்ம ப்ரொஜெக்ட் பண்ணுற விஷயத்தில் இருக்குது. ஸோ என்னால் முடிஞ்ச அளவுக்கு அதை லைவாக கொண்டுட்டு வந்திருக்கேன். கண்டிப்பாக பிடிக்கும். Who taught you those sentences? My makeup artist. You expect any Malayalam film? No, as of now, no, I have not done any Malayalam film, but I would love to do a Malayalam film. ഷെയ്ഖ് ഭായ്, കൊച്ചിയിലിരുന്ന് ഈ മീഡിയ പ്രൊമോഷനിൽ പങ്കെടുക്കുമ്പോൾ ചെന്നൈയിലെ മീഡിയ പ്രൊമോഷനും നമ്മളുമായിട്ടുള്ള വ്യത്യാസം എന്താണ് പ്രധാനമായിട്ട് കണ്ടത്? അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസം, ഞാനിപ്പോൾ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് പൂജയുടെ സമയത്ത് മീഡിയാസായിട്ട് ഇന്ററാക്ട് ചെയ്തായിരുന്നു പറഞ്ഞ പോലെ. പിന്നെ ഈ ലാസ്റ്റ് ടീസർ ലോഞ്ചിന് പോയപ്പോഴും കാതൽ സഡൂടെ ലോഞ്ചിന് പോയപ്പോഴും ചെറുതായിട്ടൊരു ഇന്ററാക്ഷൻ. പക്ഷെ അവിടെ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് പോലെ ഞാൻ ഇരുന്നിട്ടില്ല. അവിടെ പ്രൊമോഷൻസ് നാളെ മുതലേ തുടങ്ങുന്നുള്ളൂ. ആ മീഡിയാസിനെ പറ്റി മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ളൂ. വലിയ വ്യത്യാസങ്ങൾ ഉള്ളതായിട്ട് തോന്നിയില്ല. സെയിം ആയിട്ടുള്ളത്. നെക്സ്റ്റ് പ്രസ് മീറ്റ് ഓഫ് എനി ഫിലിം ഈ ഒരു ചോദ്യം ഒന്നും കൂടെ ചോദിക്കാം. അതെ അപ്പോഴേക്കും എനിക്ക് അതിന്റെ എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. നാളെ മുതലേ അവിടെ തുടങ്ങുള്ളൂ ചെന്നൈയിൽ പ്രൊമോഷൻസ്. ഇന്ന് രാത്രി മൊത്തം തമിഴ് പഠിക്കുമോ വീട്ടിലിരുന്ന്? തമിഴിൽ പേസണല്ലേ ഇന്റർവ്യൂ? അവിടെ ചെന്നൈയിൽ പ്രസ് മീറ്റിന് പോകുമ്പോൾ തമിഴ് പഠിക്കണ്ടേ? തമിഴിൽ പേസണോ? ആ, തമിഴ് ഒരു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒരു തമിഴ് പറയും. ഈ പഠിച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മെനക്കേടാണ്, മറന്നു പോകും. അപ്പൊ വെറുതെ അവിടെ ചെന്ന് വെറുതെ വിറക്കണ്ടല്ലോ, അതുകൊണ്ട് തോന്നണ എങ്ങനെ പറയും. ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ അത്യാവശ്യം പറയാൻ അറിയാം. തമിഴില് അടുത്ത കൾച്ചറും കാര്യങ്ങളൊക്കെ കൾച്ചറും കാര്യങ്ങളും ഞാൻ ചെന്ന ഷൂട്ട് 80% ഉണ്ടായത് പുതുക്കോട്ടയം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ ഒരു 10-25-30 ദിവസം, ഐ തിങ്ക് 30 ഡേയ്സ് പുതുക്കോട്ടയിലുണ്ടായി. ആ ടൈമിലാണെങ്കിൽ നോയമ്പുമായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഭക്ഷണം, അവിടെയുള്ള അത്യാവശ്യം കുറച്ച് ആൾക്കാർ, അവിടെ തന്നെ ഫ്രീ ആയിട്ട് അതാണ് ഫ്രീ ആയിട്ട് ഞാൻ കുറേ ഇറങ്ങി നടന്ന് ഈവനിങ് എനിക്ക് ടൈം കിട്ടുമ്പോഴേക്കും ഞാൻ നടക്കാൻ പോയായിരുന്നു. അവിടെ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ എല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്യും. ഇപ്പം എന്തെങ്കിലും മേടിക്കണമെങ്കിൽ തന്നെ ഞാൻ പതുക്കെ നടന്നൊക്കെ പോയി കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് വന്ന്. അതിവിടെ നമുക്ക് അങ്ങനെ പ്രാക്ടിക്കലി നടക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ തമിഴ് സിനിമയിൽ മെയിനായിട്ട് പറയേണ്ട ഒരു വിഷയം, നമുക്ക് ഈവനിങ് വരെ ഇവർക്ക് വർക്കുള്ളൂ. മോർണിംഗ് തുടങ്ങിയ ഈവനിങ് ആകുമ്പോഴത്തേക്കും പരിപാടി ഈ ജോലിയൊക്കെ കഴിഞ്ഞ് പോണ പോലെ പോകും. നമ്മുടെ ഇവിടെ രാവിലെ തുടങ്ങിയ നൈറ്റ് 9:30 വരെയാണ് ഒരു കോൾ ഷീറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മേജർ വ്യത്യാസമുണ്ട് ഇൻഡസ്ട്രി വൈസ്. പിന്നെ ബാക്കിയൊക്കെ ഒരുമാതിരിയൊക്കെ സിമിലർ ആണ്. ഏതെങ്കിലും വലിയ ആർട്ടിസ്റ്റ് തമിഴ് നടന്മാരെ സെറ്റിൽ വിസിറ്റ് അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ ഷൂട്ട് ചെയ്തത് കൂടുതലും ലൈവായിട്ടുള്ള ഹോസ്പിറ്റൽസ്, അതായത് ഒറിജിനലി അവിടെ ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ. നമ്മളങ്ങനെ ഒരു സെറ്റ് ഇട്ട പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ലൈവായിട്ട് ബസ് സ്റ്റാൻഡ്, അതായത് അവിടെ നമ്മുടെ മുഖം അങ്ങനെ എല്ലാവർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഈസി ആയിട്ട് പോയി ഷൂട്ട് ചെയ്ത് അങ്ങനെ പരിപാടികളായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ പ്രത്യേകിച്ച് അങ്ങനെ സെറ്റിലേക്ക് ഒരാൾ വരിക അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. തമിഴില് മാത്രമേ ഉള്ളൂ, തമിഴ് ഭാഷയിലേ ഉള്ളൂ. പക്ഷെ അത് എല്ലായിടത്തും ഇപ്പോൾ എല്ലായിടത്തും ഉദ്ദേശിച്ചാൽ കേരളത്തിലും കൂടെ തമിഴിൽ തന്നെ ആയിരിക്കും ഇറങ്ങുന്നത്. ബാക്കി സ്ഥലത്തുള്ള കാര്യങ്ങൾ അറിയില്ല, അത് ഇറങ്ങിയതിന് ശേഷം അറിയുള്ളൂ. ഇപ്പൊ നിലവിൽ മലയാളത്തിലേക്ക് ഡബ് ചെയ്യുന്നില്ല, തമിഴ് സിനിമയായിട്ട് തന്നെയാണ് കാണുക. അതൊരു വാണ്ടഡ് ഡിസിഷനും കൂടെ ആയിരുന്നു. കാരണം കൾച്ചർ ഓറിയന്റഡ് ആയിട്ടൊരു സിനിമയാണ്. ഇപ്പൊ നമ്മൾ അങ്കമാലി രാജസ്വലത്തെ ഒരു പടം തമിഴിൽ ഡബ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അതേപോലൊരു കൾച്ചറിന് ഒരുപാട് പ്രാധാന്യമുണ്ട്, ആ സ്ഥലത്തിനും പ്രാധാന്യമുണ്ട്. അത് നമ്മളൊരു പെട്ടെന്നൊരു മലയാളം ശബ്ദം അവിടെ നിന്ന് വന്നാൽ ഒരിക്കലും അത് മാച്ച് ചെയ്യില്ല. അതുകൊണ്ട് നമ്മളത് തമിഴിൽ തന്നെയാണ് ഇവിടെ ഇറങ്ങുന്നത്. നിൽക്കുന്നതാണ്. ഒരുപാട് മലയാള സിനിമ ചെയ്യുന്നുണ്ട്.
എന്തുകൊണ്ടാണ് തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് ഇത്രയും ലേറ്റ് ആയിട്ട് ഒരു സിനിമ ചൂസ് ചെയ്യാൻ കാരണം? ഇതിന് മുമ്പ് വേറെ ഓഫേഴ്സ് ഏതെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു? ഓഫേഴ്സ് ആഫ്റ്റർ കുമ്പളങ്ങി ഓഫേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സെൻട്രൽ പരിപാടി ആയിരുന്നില്ല. ഇപ്പോൾ ആഫ്റ്റർ RDX ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെൻട്രൽ ക്യാരക്ടർ പരിപാടിയിലുള്ള കുറച്ച് ഓഫേഴ്സ് വന്നത് ആ സമയത്താണ്. ഈവൻ തെലുഗുന്നും ഒക്കെ നമുക്ക് കോൾസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്താണെങ്കിലും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ, കഥ. നമുക്കിപ്പോൾ ഒരു തമിഴ് സിനിമ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആ കഥാപാത്രമായിട്ട് ആ ഒരു 40-42 ദിവസം നമുക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു ജോലി പോലത്തെ ഒരു പരിപാടി, അതെനിക്ക് പറ്റില്ല ഇതിന്. അപ്പോൾ അങ്ങനെ എനിക്ക് കണക്റ്റ് ആവുന്ന പരിപാടി പിടിക്കുള്ളൂ. അങ്ങനെ കണക്റ്റ് ആയ എല്ലാം ഒത്തും വന്നു. ഇപ്പോൾ ചില കഥകളുണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് പോയിട്ട് ചിലപ്പോൾ ചില പ്രാക്ടിക്കൽ വിഷയങ്ങളാണ് ആ പ്രോജക്റ്റ് നടക്കാണ്ടായി പോയ സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം നടന്നു വന്നു, എല്ലാം കറക്റ്റ് നടന്നു വന്നു. അങ്ങനെ അതായത് അവിടെ എല്ലാവർക്കും ഒരു ലെവൽ ഓഫ് റെസ്പെക്ട്ഫുൾ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതായത് എന്ന് പറഞ്ഞു എന്നെ ഒരു വിധേയത്വം അവിടെ കൂടുതലാണ്. നമ്മളുടെ ഇവിടുത്തെ കൾച്ചറിൻ്റെ ആണോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ ഒരു ജീവിത രീതിയുടെ ആയിട്ടാണോ പറഞ്ഞാൽ കുറച്ച് നല്ല രീതിയിൽ ആ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ എന്താ എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ചെറുതായിട്ട് കിടക്കും. അവിടെ വേറൊരു സാധനമുണ്ട്, എന്നാൽ അവിടെയും വേറൊരു ഗത്തുണ്ട്, പക്ഷെ അത് വേറെയാണ്. പിന്നെ അവിടെ ഈ വൈരമുത്തോടെ പാട്ടിന്റെ വരികളൊക്കെ പോലത്തെ ആ ഒരു നൈർമല്യത അവരുടെ ആൾക്കാരുടെ മനസ്സിൽ ചെറുതായിട്ടൊക്കെ ഉണ്ട്, കുറച്ചും കൂടെ സോഫ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഈ പറഞ്ഞ പോലെ അമ്മ പാസം അല്ലെങ്കിൽ ഈ പറഞ്ഞ അണ്ണൻ പാസം ഒക്കെ അവിടെ വർക്ക് ആവാനുള്ള റീസൺ കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. അതായത് കുറച്ച് ക്രിഞ്ചൊക്കെ അവിടെ ഓക്കെയാണ്. നമ്മുടെ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പേഴ്സണലി എനിക്ക് അത്യാവശ്യം ഇമോഷൻസ് ഉള്ള സിനിമകൾ ആണ് കൂടുതൽ വർക്ക് ആവുക. അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഹുക്ക് നിർബന്ധമാണ്. കാര്യം അപ്പൊ അങ്ങനെയൊക്കെ കൂടെ നോക്കിയപ്പോൾ ആണ് ഈ കഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റിയത്. അതെ, അങ്ങനെ പെർഫെക്റ്റ് എന്ന് പറയാനാണ്. ഓക്കെ, എനിക്ക് ഞാൻ വളരെ എന്തൊക്കെയായിരുന്നു യുവർ ഇനീഷ്യൽ പ്രിപ്പറേഷൻസ് ടു ബി മദ്രാസ്കാരൻ? പ്രിപ്പറേഷൻ കൂടുതലും ഈ തമിഴ് കൂടുതലും അങ്ങനെയുള്ള സിനിമകൾ, ഇപ്പോൾ മറ്റേ കാർത്തിക മദ്രാസ് ആയാലും അല്ലെങ്കിൽ ധനുഷിന്റെ ആടുവല അങ്ങനെയുള്ള പടങ്ങൾ ഞാൻ പണ്ട് കണ്ട പടങ്ങളൊക്കെ തന്നെ ഒന്നുകൂടെയൊക്കെ കാണുമായിരുന്നു. ജസ്റ്റ് ആ ഒരു രീതി ഉണ്ട്, ഒരു സ്പീഡുണ്ട് സംസാരത്തിന്റെ, അതൊന്ന് ക്യാച്ച് ചെയ്യാനുള്ള ഒരു ശ്രമത്തിന് വേണ്ടി അങ്ങനെയുള്ള പടങ്ങൾ കാണുമായിരുന്നു. പിന്നെ അങ്ങനെ വലിയ പ്രിപ്പറേഷൻസ് ഇല്ലായിരുന്നു. കാര്യം ഞാൻ എന്താണോ ഡയറക്ടർ പറയുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ പുള്ളി ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ്, ഒരു സ്പോട്ടിലാണ് കൂടുതൽ ഇംപ്രൈസേഷൻ വരിക. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരുപാട് പ്രിപ്പയർഡ് ആയിട്ട് പോയില്ല. So we are excited to watch Madraskaran on Jam. Preparations ஒன்றும் இல்லை, எல்லா படத்துக்கும் பண்ணுற மாதிரி தான். ஸோ ஸ்கிரிப்ட் பார்த்துட்டு அந்த கேரக்டர் வாட் இட் டிமாண்ட்ஸ் அண்ட் வாட் த டைரக்டர் வாண்ட்ஸ் ஃப்ரம் தட் கேரக்டர். ஸோ அதை நம்ம ப்ராப்பராக அந்த ஒரு ஆக்டராக ப்ராப்பராக அதை அண்டர்ஸ்டாண்ட் பண்ணி அதை to make the director realize that what he has written has come out really well and whether we are doing it perfectly என்றது தான். ஸோ அதான் இங்கே ஒரு ஸ்டைல் இருக்கும், இங்கே ஒரு லைஃப் இருக்கும். ஸோ இங்கே இருக்க இப்போது ஒரு ஆக்டர் இங்கே இருக்க கேரக்டர்ஸ் கிட்ட ஒரு யூனிக்னஸ் இருக்கலாம். ஸோ அந்த மாதிரி சில விஷயங்கள் நம்ம அப்சர்வ் பண்ணதை டைரக்டர்கிட்ட டிஸ்கஸ் பண்ணி அதை ஒர்க் பண்ண முடியுமான்னு பார்ப்போம். And also to you, Shay, one more question. അതായത് നമ്മൾ തന്നെ അവര് വിമർശിക്കുകയും ചെയ്യാറുണ്ട്. സോ ആർ യു റിയലി റെഡി ടു റിസീവ് ഓൾ ദ ലവ്? കാരണം എന്തായാലും മലയാളികളോട് എപ്പോഴും ഒരു പ്രത്യേക സ്നേഹമാണ് തമിഴ് ഓഡിയൻസിന്. സോ യു റിയലി റെഡി ഫോർ ദ ലവ്? യെസ്. ആൻഡ് സർ, ടു ദ ഡയറക്ടർ സർ, നമ്മുടെ ഷെയ്നിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക കഥാപാത്രം കണ്ടിട്ടാണോ മദ്രാസ്കാരനിലേക്കുള്ള ഈ ഒരു കാസ്റ്റിംഗ് പ്രോസസ് നടന്നത്? ലൈക്ക് യു ഡൺ a ton of amazing roles in Malayalam. So from that, any specific roles? Specific roles na Parava. Parava? Yeah. Okay, adile character aanu. அந்த கேரக்டர் எனக்கு ரொம்ப பிடிக்கும்.
அப்புறம் இஷ்க். ஓகே. ஸோ அது எல்லா படங்களும் தான் நிறைய பார்த்தேன். சொன்னேன் உங்கள்கிட்ட கும்பலாங்கி நைட்ஸாக இருக்கட்டும், இஷ்கா இருக்கட்டும், அண்ட் ஆர்டிக்ஸாக இருக்கட்டும். ஓகே, ஒரு மாதிரியாக எப்படி சொல்கிறது, இஸ் கூட ஆர்டிஸ்ட். அதை தாண்டி அவரோட பர்ஃபார்மன்ஸ், அது ஒரு ரியலிஸ்டிக்னஸ், அது நிறைய விஷயம் பிடிச்சது. ஸோ அதுதான் வந்து ஓகே இவர் கண்டிப்பாக பொருத்தமாக இருப்பார். ஸோ அதோட இன்ஸ்பிரேஷன் தான் எனக்கு மெட்ராஸ்காரனுக்கு இவரை கூட்டிகிட்டு வரணும்னு தோணுச்சு. All right. Thank you so much, sir. And yes, sir.